ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ക്രിസ്മസ് സെലിബ്രേഷൻ്റെ വീഡിയോ ആണ്. ഞങ്ങളുടെ ക്ലാസ്സിൽ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്തു, അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാനിങ്ങനെ എടുത്തതാണ്. നല്ല രസമായിരുന്നു. നമ്മുടെ ചെറിയ കുട്ടിക്കാലത്തിൽ നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കില്ലേ, അതുപോലെ വേറൊരു രീതിയിൽ ഒരുപാട് ടീച്ചേഴ്സും കുട്ടിക്കാലത്താകുമ്പോൾ നമ്മുടെ ക്ലാസ് ടീച്ചറും ആയിരിക്കും നമ്മുടെ കൂടെ ഉണ്ടാകുന്നത് അല്ലേ. പക്ഷേ ഇത് നമ്മളെ പഠിപ്പിക്കുന്ന നമ്മൾ കോളേജിലൊക്കെ ആയാലും അപ്പോൾ നമ്മളെ പഠിപ്പിക്കുന്ന എല്ലാ ടീച്ചേഴ്സും സാറന്മാരും ഒക്കെ ഞങ്ങൾ വിളിച്ചായിരുന്നു. ഞങ്ങളുടെ ഒരു സന്തോഷം അവർക്കും ഹാപ്പി ആയിരുന്നു. നല്ല ഫ്രണ്ട്ലിയാണ് ഞങ്ങളുടെ സാറന്മാരും ടീച്ചർമാരും ഒക്കെ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അപ്പോൾ ആദ്യത്തെ വീഡിയോയുടെ തുടക്കത്തിൽ വി വിഷ് യു എ മെറി ക്രിസ്മസ് എന്ന് കേട്ടില്ലേ നിങ്ങൾ പാട്ട്? അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ ക്രിസ്മസ് സെലിബ്രേഷൻ ആണെന്ന്. അതെ, അവിടെ താഴെ വേറൊരു പ്രോഗ്രാം നടക്കുമായിരുന്നു. ഞങ്ങളുടെ ക്ലാസ്സിലെ ഞങ്ങളുടെ ടീച്ചേഴ്സിനെ സാറന്മാരെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നു. അതിനുശേഷം ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തായിരുന്നു. പ്ലം കേക്കാണ് ഞങ്ങൾ കട്ട് ചെയ്തത്. പിന്നീട് ശ്രീജിത്തിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ഈ മാസം ലാസ്റ്റാണ് ബർത്ത്ഡേ. അപ്പോൾ ബർത്ത്ഡേ ആഘോഷിക്കാൻ പറ്റില്ലല്ലോ, ലാസ്റ്റ് ഹോളിഡേ അല്ലേ. അങ്ങനെ നമ്മൾ ശ്രീജിത്തിന് വേണ്ടിയിട്ട് പ്രത്യേക ഒരു ക്രീം കേക്ക് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ പൊട്ടിക്കാണ്ട് മാറ്റി വെച്ചേക്കുമായിരുന്നു. അപ്പോൾ സാറുമാരും ടീച്ചർമാരും പോകാൻ വേണ്ടിയിട്ട് നിന്നപ്പോൾ ഞങ്ങൾ അയ്യോ പോലെ ഇനിയൊരു പരിപാടിയും കൂടി ബാക്കിയുണ്ട്. അങ്ങനെ ശ്രീജിത്തിന് ആ കേക്ക് ഞങ്ങളിങ്ങനെ തുറന്ന് കാണിച്ചപ്പോൾ ശ്രീജിത്തിൻ്റെ ബർത്ത്ഡേ ആണെന്നൊക്കെ ഞങ്ങൾ പറഞ്ഞ് ശ്രീജിത്തിനെ മുന്നോട്ട് വിളിച്ചപ്പോഴത്തേക്കും ശ്രീജിത്തിന് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ആൾ വിചാരിച്ചില്ല അങ്ങനെ ഒരു സെലിബ്രേഷൻ അവിടെ ഉണ്ടാവുമെന്ന്. പിന്നീട് അവൻ കേക്കൊക്കെ കട്ട് ചെയ്തു, ടീച്ചേഴ്സിനൊക്കെ കൊടുത്തു. ടീച്ചേഴ്സും തിരിച്ചവന് കേക്ക് കൊടുത്തു. സാറന്മാരും ടീച്ചർമാരും ഒക്കെ നമ്മളോട് ബൈ പറഞ്ഞു. അതിന് ശേഷമാണ് ഞങ്ങൾ ഇവിടെ വെച്ച് ഞാൻ സ്റ്റോപ്പ് ചെയ്തത്. ഞാൻ റെക്കോർഡ് ചെയ്തുകൊണ്ട് എൻ്റെ ഇടയിൽ എൻ്റെ ഉമ്മച്ചി കയറി വന്നു. അപ്പോൾ പിന്നെ ഞാനത് ഓഫ് ചെയ്തിട്ട് വീണ്ടും റെക്കോർഡ് ചെയ്യുക. അങ്ങനെ ഞങ്ങൾ എല്ലാ ഫ്രണ്ട്സിനും ഇങ്ങനെ ലോട്ടിട്ട് കൊടുക്കുകയാണ്. അവിടെ ഒരു പ്ലം കേക്ക് മേടിച്ചുകൊണ്ട് വന്നല്ലോ, അപ്പോൾ അതിൻ്റെ ആ പെട്ടിയിൽ എനിക്ക് അപ്പോൾ തോന്നി അതിലോട്ട് ആ പേപ്പറെല്ലാം ഇട്ടിട്ട് ഓരോരുത്തർക്ക് കൊടുക്കാമെന്ന്. അങ്ങനെ ഓരോരുത്തർക്കും ഇങ്ങനെ കൊണ്ടുപോയി കൊടുക്കുകയാണ്. അവസാനം അലീനയുടെ അടുത്തെത്തിയപ്പോഴത്തേക്കും അതിൽ പേപ്പർ ബാക്കി കാണാനില്ല. പിന്നെ 3 ഉണ്ടായിരുന്നു, അത് അതിൻ്റെ ഇടയിലുണ്ടായിരുന്നു, ശ്രദ്ധിച്ചില്ല. അങ്ങനെ എല്ലാവരും പേപ്പർ എടുത്തു. അതിനുശേഷം ഓരോരുത്തരുടെ ഫ്രണ്ട്സിനെ വിളിച്ച് ഗിഫ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുക്കുന്നുണ്ട്. എല്ലാവരും ഭയങ്കര ഹാപ്പിയായിരുന്നു. അപ്പോൾ കുഞ്ഞിലുണ്ടല്ലോ, ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ മാത്രമേ ഉണ്ടാവുള്ളൂ. എല്ലാ ഗിഫ്റ്റും കൊണ്ടുവന്ന് ഇങ്ങനെ ടേബിളിൻ്റെ പുറത്ത് വെച്ചിട്ട് ടീച്ചർ ഓരോരുത്തരുടെ പേര് വിളിക്കുമ്പോഴാണ് അങ്ങനെയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ചെറിയ ക്ലാസ്സിലൊക്കെ ഒരു 4th 5th ഒക്കെ ആ ഒരു ആ ഒരു ക്ലാസ്സിലൊക്കെ. പിന്നീട് കുറച്ചുകൂടി വലിയ ക്ലാസ്സിലോട്ടായപ്പോഴത്തേക്കുമാണ് ഞങ്ങൾ ഓരോ ഫ്രണ്ട്സിനെ ഇങ്ങനെ ലോട്ടിട്ട് സെലക്ട് ചെയ്ത് വെച്ചിട്ട് അവർക്ക് ഇഷ്ടമുള്ളത് ഏതായിരിക്കും എന്ന് പറഞ്ഞ ഗിഫ്റ്റൊക്കെ നമ്മൾ മേടിച്ചുകൊണ്ട് പോകുന്നത്. കൂടുതലും ഇങ്ങനെ ഷോക്കേസിൽ വെക്കുന്ന തരത്തിലുള്ള ഗിഫ്റ്റൊക്കെ ആയിരിക്കും നമ്മൾ ചെറുതിലേക്ക് കൊണ്ട് കൊടുത്തിട്ടുണ്ടാവുക. അല്ലെങ്കിൽ എന്തെങ്കിലും മുട്ടായിയോ കമ്മലോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഫ്രണ്ട്സിന് ഇഷ്ടപ്പെട്ടതായിരിക്കും കൊണ്ട് കൊടുത്തിട്ടുണ്ടാവുക. അങ്ങനെ ഓരോരുത്തരുടെ ഫ്രണ്ട്സിൻ്റെ പേരൊക്കെ വിളിച്ച് ഓരോ ഗിഫ്റ്റൊക്കെ കൊടുക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, ഭയങ്കര രസമായിരുന്നു. അതിങ്ങനെ പറയാൻ പറ്റില്ല. നമുക്ക് ആ ഒരു അവസരത്തിൽ നമ്മളിങ്ങനെ അനുഭവിക്കുന്ന ഓരോ ഫീലിങ്സ്, ഹാപ്പി ആയാലും ഒക്കെ അത് അപ്പോൾ അനുഭവിക്കുന്നവർക്ക് അത്രത്തോളം പറഞ്ഞ് പ്രകടിപ്പിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ നല്ല രസമായിരുന്നു. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു ഞങ്ങൾ ആ ഡേ. ഞങ്ങൾ ഫസ്റ്റ് ഇയേഴ്സും സെക്കൻഡ് ഇയേഴ്സും കൂടിയായിരുന്നു സെലിബ്രേറ്റ് ചെയ്തത്. ഞങ്ങൾ കുറച്ച് പേരേ ഉണ്ടായിരുന്നുള്ളൂ. ഫസ്റ്റ് ഇയേഴ്സിലും സെക്കൻഡ് ഇയേഴ്സിലും കൂടി കുറച്ച് പേരേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞങ്ങൾ ആ കുറച്ച് പേര് വെച്ചാണ് ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്തത്. തസ്നിയുടെ ബാഗൊക്കെ തുറന്നപ്പോൾ ഗിഫ്റ്റ് എടുക്കാൻ പോകുന്നേ ഉള്ളായിരുന്നു. തസ്നി അതുവരെ എടുക്കാണ്ട് ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചേക്കുമായിരുന്നു ആൾ. അതിനുശേഷം ഓരോരുത്തർ ഗിഫ്റ്റൊക്കെ കൊടുത്തു. ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ട് പിന്നെന്താ പണി ഇനി നമുക്ക് ഗിഫ്റ്റൊക്കെ ഇനി പൊട്ടിച്ച് നോക്കണം അല്ലേ.
ചെറുതിലായിരിക്കുമ്പോഴിങ്ങനെ പൊതിഞ്ഞ് തരുന്ന സാധനമൊക്കെ ഇങ്ങനെ തുറന്ന് നോക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അകത്ത് എന്താണെന്നറിയാൻ നമുക്ക് ഭയങ്കര ആകാംക്ഷയായിരിക്കും. ചെറുതിലായിരിക്കുമ്പോൾ ചിലരൊന്നും നമ്മുടെ ക്ലാസ്സിൽ വെച്ച് ഗിഫ്റ്റൊന്നും പൊട്ടിച്ച് നോക്കില്ല കേട്ടോ. അതിങ്ങനെ വീട്ടിൽ കൊണ്ടുപോയി പതിയെ പൊട്ടിച്ച് നോക്കുമ്പോഴാണ് അവർക്ക് ഭയങ്കര ഹാപ്പി. അപ്പോൾ ഞങ്ങളെല്ലാവരും അവിടെ വെച്ച് തന്നെ ഗിഫ്റ്റൊക്കെ പൊട്ടിക്കുന്നുണ്ട്. ഇത് എല്ലാവരും പൊട്ടിച്ച് തുടങ്ങിയിട്ടുണ്ട് ഗിഫ്റ്റൊക്കെ. അതിൻ്റെ അകത്ത് എന്താണെന്നറിയാനും ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരിക്കില്ലേ. ചെറുതിലായാലും വലുതാവുമ്പോഴും ഒക്കെ എന്താണ് നമുക്ക് എന്തെങ്കിലും പൊതിഞ്ഞ് കിട്ടുമ്പോൾ അതൊരു പ്രത്യേക ഹാപ്പിയാണ് അതിൻ്റെ അകത്ത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും അവരവരുടെ ഗിഫ്റ്റൊക്കെ ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട്. കുറച്ച് പേർക്ക് മഗ്ഗൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ, നല്ല ഭംഗിയുള്ള മഗ്ഗുകൾ. പിന്നെ ഓരോരുത്തരുടെ ഗിഫ്റ്റൊക്കെ കാണിക്കുന്നുണ്ട്. അവിടെ ദേ ഒരു ചെറിയൊരു ടൈം പീസ് പോലത്തെ ഒരു ഇത് കിട്ടിയിട്ടുണ്ട് ഒരാൾക്ക്. പിന്നെ ഒരു ക്യാൻഡിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതുപോലത്തെ ഒരു ക്യാൻഡിൽ എനിക്കുണ്ട് കേട്ടോ എൻ്റെ റൂമിൽ. അത് നൈറ്റ് ഇങ്ങനെ നമ്മൾ ലൈറ്റ് കത്തിക്കാൻ ഭയങ്കര രസം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ബൈ.